കഴിഞ്ഞ ദിവസമാണ് AI ക്യാമറയിൽ ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി വി ഡി സതീശന് ലഭിച്ചത്. അതിനു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരു ദിവസം കൊണ്ട് മലക്കം മറിഞ്ഞതും കേരള സമൂഹം കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെടുക്കുമെന്ന് പറഞ്ഞ വി ഡി സതീശൻ പിറ്റേന്ന് മലക്കം മറിയുന്നതും കണ്ടു. ആരാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കും എന്ന് മാധ്യമങ്ങളോട് തന്നെ ചോദിക്കുന്നതും കണ്ടു. ഈ സമീപത്തുണ്ടായ ഒരുപാട് വിഷയങ്ങളിൽ വി ഡി സതീശൻ പ്രതിക്കൂട്ടിലാണ്, കേരള സമൂഹത്തിന് മുന്നിൽ നാണം കെട്ട് നിൽക്കുകയുമാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വി ഡി സതീശൻ 3 ദിവസത്തെ വിദേശ പര്യടനത്തിൽ ദുബായിലേക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളുടെ ചോദ്യമുനയിലായിരുന്നു വി ഡി സതീശൻ. ഇനി 3 ദിവസം എന്താണ് പറയാൻ ഉള്ളത് എന്ന്, അല്ലെങ്കിൽ വി ഡി സതീശന് മാധ്യമങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഉണ്ട് കേരളത്തിൽ. പറഞ്ഞതെല്ലാം അപ്പാടെ വിഴുങ്ങേണ്ടി വരുന്ന സാഹചര്യം. ഏറ്റവും വിചിത്രമായത് കഴിഞ്ഞ ദിവസം AI ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട് പൊതു താൽപ്പര്യ ഹർജി, ആ ഹർജിയെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് കോടതികൾക്ക്, പ്രത്യേകിച്ച് ഹൈക്കോടതികൾക്ക് ഈ പൊതു താൽപ്പര്യ ഹർജികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടില്ല എന്ന വിചിത്രമായ മറുപടി കൂടി പറയുകയും ചെയ്തു. ഇപ്പോൾ നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി. നൃപൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അതേ വേളയിൽ തന്നെ വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ചെയ്തു കൂട്ടിയ അരുതാത്ത കാര്യങ്ങൾ കൂടി കേരള സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശനെതിരെ രൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്തു. ഒരു പ്രതിപക്ഷ നേതാവിന് യോജിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തികളാണ് വി ഡി സതീശൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ പീഡകനെ സംരക്ഷിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ സ്ത്രീകൾക്ക് ആകെ തന്നെ അപമാനമാണ്. കേരളത്തിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് വി ഡി സതീശൻ്റെ നിലപാടുകളെന്ന് അല്പം മുമ്പ് ബൃന്ദ കാരാട്ട് പറയുകയും ചെയ്തു. എന്താണ് ഈ സതീശൻ ഇങ്ങനെ പരിങ്ങല്ലായി പോകാൻ കാരണം നൃപൻ? സിജു, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ള പ്രതിസന്ധിയുടെ ഭാഗമായി കൂടി ഇതിനെ കാണണം. കാരണം കേരളത്തിൽ പുതിയ പക്ഷം കോൺഗ്രസിന്റെ ലീഡർഷിപ്പിലേക്ക് AI ഗ്രൂപ്പുകളുടെ പ്രതാപകാലത്തിന് ശേഷം വി ഡി സതീശനും കെ സുധാകരനും വരുന്നു. അതിന്റെ തുടർച്ചയായി സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകുന്നു. മറുഭാഗത്ത് വി ഡി സതീശൻ ഉണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന്റെ സമീപകാലത്ത് കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്ന പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വി ഡി സതീശനും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ടീമാണ് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിച്ചത്. സംഘടനാ കാര്യങ്ങളിൽ ഈ പറയുന്ന റിയൽ അല്ലാത്ത റീൽസ് ഗ്രൂപ്പിലേക്ക് കാര്യങ്ങൾ പോയത്. അതാണ് ഇന്ന് ചില നേതാക്കളുടെ പരസ്യ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് നേതാക്കൾ തന്നെ പരസ്യമായി പറയുന്നു. അങ്ങനെ വലിയ തരത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഒരു പവർ ഗ്രൂപ്പായി വി ഡി സതീശൻ മാറുകയും മറ്റ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ വി ഡി സതീശന്റെ ചേരിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നിർണായകമായ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിനുശേഷം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനൊരു വിവാദം ഉണ്ടാകുന്നത്. ആ വിവാദത്തിനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അത് ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പവർ ഗ്രൂപ്പിൽ തന്നെ ഉള്ള വി ഡി സതീശന് എല്ലാ പ്രോത്സാഹനം ചെയ്തു കൊടുത്ത അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഈ പ്രതിപട്ടികയിൽ വരുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ സിജു നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, 3-3.5 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വി ഡി സതീശന് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഇരകൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറിയിരുന്നു. ഷാഫി പറമ്പിലിനും വി ഡി സതീശനും അറിവുള്ള കാര്യമാണ്. നേരത്തെ AK ഷാനിബ് തന്നെ പറഞ്ഞതാണ്, വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിൽ തന്നെ പോയി ഷാനിബിന് നേരിട്ടറിയാവുന്ന ഒരു വനിതാ നേതാവ് പരാതി കൊടുത്ത കാര്യം പുറത്തു വരുന്നുണ്ട്. പലതരത്തിലുള്ള പരാതികൾ നേരത്തെ ഒതുക്കി തീർത്തു. പല ഇരകളും വി ഡി സതീശനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ. അതാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇക്കാര്യത്തിൽ ധാർമ്മികമായി വി ഡി സതീശൻ ഉയർത്തിക്കൊണ്ടുവന്ന നേതാക്കൾ തന്നെ ഇക്കാര്യങ്ങളിൽ പ്രതിപട്ടികയിൽ വരുമ്പോൾ വി ഡി സതീശൻ എന്ത് ചെയ്തു, അവരെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിച്ചു, അതിന് വി ഡി സതീശൻ എന്താണ് മറുപടി എന്ന ചോദ്യമാണ് കേരളത്തിൽ നിന്ന് ഉയരുന്നത്. അത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല, മുൻ KPCC അധ്യക്ഷന്മാർ K മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ, ഏറെക്കുറെ KC വേണുഗോപാലിന്റെ ഭാര്യ അടക്കം പരസ്യമായി പോസ്റ്റ് ഇടുന്നു. അപ്പോൾ KC വേണുഗോപാലിന്റെ മനോഭാവം, അദ്ദേഹത്തിന്റെ ഈ കാര്യത്തിലുള്ള നിലപാടെന്ത് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. അങ്ങനെ ഇത്തരം കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായി പ്രതിരോധത്തിലാകുന്ന ഒരു നേതാവായി വി ഡി സതീശൻ മാറുന്നു. അത് ഇതുവരെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പൊളിറ്റിക്സ് ശരിയായ രീതിയിലായിരുന്നില്ല എന്ന്
കോൺഗ്രസിനുള്ളിൽ തന്നെ ആഭ്യന്തരമായി വിമർശനം ശക്തമായി വരുന്നു. മാത്രമല്ല വനിതാ നേതാക്കളടക്കം രംഗത്ത് വന്നു. അക്കാര്യത്തിൽ സംരക്ഷിക്കുന്ന കവചമൊരുക്കി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പവർ ഗ്രൂപ്പിലെ രണ്ടാമനായിട്ടുള്ള ഷാഫി പറമ്പിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രംഗത്ത് വരുന്നു. ഇതിൽ നിസ്സഹായനായി മാറുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കാണുന്നത്. ഇത്രയും കാലം അദ്ദേഹം എന്താണോ ഉയർത്തിക്കൊണ്ടുവന്നത് അതെല്ലാം അദ്ദേഹത്തിന്റെ വിപരീത ഫലം ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അതാണ് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മറുപടി പറയേണ്ട പൂർണ്ണമായ ബാധ്യത വി ഡി സതീശനിലേക്ക് എത്തി നിൽക്കുന്നത്. സിജു, നൃപൻ, ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നൃപൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിലെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ത്രയങ്ങൾ, അതായത് വി ഡി സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിനും ഉൾപ്പെടെ ആ ത്രയം, അവർ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്നുള്ളത് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന് അറിയാം. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രതിപക്ഷ പാർട്ടികളിലെ ചിലരെങ്കിലും പറയുന്നത് അതൊരു കോക്കസ് ആണെന്നാണ് പറയുന്നത്, ചിലർ മാഫിയ എന്നാണ് പറയുന്നത്. കോൺഗ്രസിലേക്ക് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് അടക്കം ഒഴുകി വന്ന പണം, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? അതോടൊപ്പം തന്നെ വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം, അതിൻ്റെ പങ്ക് എങ്ങോട്ടാണ് പോയത്? അങ്ങനെ കോൺഗ്രസിലെ പണമൊഴുക്കിൻ്റെ ഒരു കോക്കസായി കൂടി തന്നെ ഈ ഗ്രൂപ്പ് മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാകണം ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ട് കളയാൻ സതീശന് കഴിയാതിരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തില്ലേ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കളടക്കം രംഗത്തെത്തിയിട്ടും എന്തുകൊണ്ടാണ് ആ സമ്മർദ്ദം അവസാന ഘട്ടത്തിൽ വിജയിക്കാതെ വന്നത്? അതാണ് ഏത് ഭാഗത്ത് നിന്നാണ് വി ഡി സതീശന് പിന്മാറേണ്ടി വന്നത് എന്ന ചോദ്യം തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്നത്. അതിൽ നേരത്തെ സിജു പറഞ്ഞതുപോലെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇന്ന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ചൂരൽമര വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവ്, ആ ഫണ്ട് പിരിവിൽ വന്ന പണം എങ്ങോട്ട് പോയി, പലതരത്തിലുള്ള ചലഞ്ച് നടത്തിയിട്ടും വെറും 88 ലക്ഷം രൂപ മാത്രമേ പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ എന്ന തരത്തിലുള്ള യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട്. അന്ന് പൂർണ്ണമായി അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുമായിരുന്നു. ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകളിലും പിരിവുകളിലും മറ്റ് ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങളിലുമൊക്കെ പൂർണ്ണമായി സംരക്ഷണ കവചം ഒരുക്കാൻ എങ്ങനെയാണ് വി ഡി സതീശന് കഴിഞ്ഞത്? അത് അദ്ദേഹം പറയുന്ന രാഷ്ട്രീയ നിലപാട് ഈ ഒരു പൊയ്മുഖമാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. മറ്റൊന്ന്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്? അത് കോൺഗ്രസിനകത്ത് തന്നെ ഉള്ള വലിയ തരത്തിലുള്ള തർക്കമാണ്. ഉമ്മൻചാണ്ടി എഴുതി കൊടുത്ത പേര് വെട്ടിക്കളഞ്ഞ് എ ഗ്രൂപ്പിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ഷാഫി പറമ്പിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാകുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ഇതേ നിലപാട് ഷാഫി പറമ്പിൽ എടുക്കുന്നു. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇത്തരത്തിൽ വാശി ഷാഫി പറമ്പിൽ നടത്തി? ആ വാശിക്ക് എന്തുകൊണ്ട് വി ഡി സതീശൻ നിന്നുകൊടുത്തു? അത് ശരിയായ ഒരു രാഷ്ട്രീയ നിലപാടായിരുന്നില്ല എന്നതാണ് പല നേതാക്കളും പറയുന്നത്. അതിന്റെ ഈ ഒരു പര്യവസാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൽ മുൻ KPCC അധ്യക്ഷന്മാർ ഓരോരുത്തരും